നമുക്ക് പത്രവിശേഷങ്ങൾ കൂടി നോക്കാം പെട്ടെന്ന് പ്രസ് സ്റ്റോപ്പിലേക്ക്. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് നമുക്കിപ്പം പ്രസ് സ്റ്റോപ്പിലുള്ളത്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഇന്നലെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം തന്നെയാണ്. അത് തന്നെയായിരിക്കും പത്രങ്ങളിലെയും പ്രധാനപ്പെട്ട വാർത്ത അല്ലേ? തീർച്ചയായും സേതു ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ഇന്നലെ പ്രസ് സ്റ്റോപ്പ് അവതരിപ്പിച്ചുകൊണ്ട് ഈ സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോഴാണ് കേരളത്തെ ആകെ ഞെട്ടിച്ച് ഈ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ വാർത്ത വരുന്നത്. പകുതി വഴിയിൽ അവസാനിപ്പിച്ചാണ് പ്രസ് സ്റ്റോപ്പ് ഇന്നലെ കടന്നുപോയത്. ഇന്ന് ആരംഭിക്കുമ്പോഴും പത്രങ്ങളിലെ പ്രധാന വാർത്തയും ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം തന്നെയാണ്. മണിക്കൂറുകൾക്കകം ഗോവിന്ദച്ചാമി പിടിയിലായെങ്കിലും കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് പ്രധാന വാർത്തയും ഇന്നത്തെ ചർച്ചയും. ഗോവിന്ദച്ചാമിയെ വീണ്ടും പിടിച്ചു, ഗുരുതര സുരക്ഷാ വീഴ്ച, ദുരൂഹം ഈ ജയിൽ ചാട്ടം എന്നാണ് ജന്മഭൂമി ഇന്ന് ഒന്നാം പേജിൽ ഏറ്റവും വലിയ വാർത്തയാക്കിയിട്ടുള്ളത്. അത് ഇങ്ങനെ തന്നെയാണ്, ദുരൂഹം ഈ ജയിൽ ചാട്ടം, അതിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ജന്മഭൂമി ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് വാർത്തയിൽ വായിച്ചാൽ എന്തെല്ലാമോ ദുരൂഹതയുള്ളതായിട്ട് തോന്നുകയും ചെയ്യും. സിസ്റ്റം ഉറങ്ങിപ്പോയി, ചാമി ഉറങ്ങി, സിസ്റ്റം ഉറങ്ങി, ചാമി ഇറങ്ങി. ഇതെങ്ങനെയാണ് വീക്ഷണം പറയുന്നത്? സിസ്റ്റം മുഴുവൻ ഗോവിന്ദ എന്നാണ് ചന്ദ്രികയുടെ ഒന്നാം പേജിൽ പറയുന്നത്. അങ്ങനെ സിസ്റ്റത്തെ നന്നായി ചോദ്യം ചെയ്യാൻ പത്രങ്ങൾ തയ്യാറാകുന്നു എന്നുള്ളതാണ് വീക്ഷണവും ചന്ദ്രികയും അടക്കമുള്ള പത്രങ്ങളിലേക്ക് പോകുന്നത്. കാരണം സിസ്റ്റം മുഴുവൻ ഗോവിന്ദ എന്ന് വീക്ഷണം പറയുമ്പോൾ സിസ്റ്റവും ഗോവിന്ദ എന്നാണ് ചന്ദ്രിക പറയുന്നത്. ജയിലിൽ ഗുരുതര വീഴ്ച, ചാടി പിടിച്ചു എന്നാണ് സിറാജ് പറയുന്നത്. അങ്ങനെ പത്രങ്ങൾ ഒരുപക്ഷെ വലിയ വീഴ്ച, സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ഇന്നലെ ജയിൽ വകുപ്പ് തന്നെ സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് തന്നെയാണ് പത്രങ്ങളുടെ എല്ലാം പ്രധാന വാർത്തയും. മംഗളം പറയുന്നതും സുരക്ഷാ വീഴ്ച എന്ന് തന്നെയാണ്. ഒന്നാം പേജിൽ സുരക്ഷാ വീഴ്ച എന്ന് തന്നെയാണ് മംഗളവും പറയുന്നത്. ഗോവിന്ദച്ചാമി അതിസുരക്ഷ ഭേദിച്ച് ജയിൽ ചാടി എന്നാണ് സുപ്രഭാതത്തിൻ്റെ ഒന്നാം പേജ് പറയുന്നത്. ചാടി പിടിച്ചു എന്ന് മാധ്യമം. ചാടുന്നു, സ്വാഭാവികവും ചാടുമ്പോൾ അതിനകത്ത് വീഴ്ചയുണ്ട് എന്നുള്ളത് മാധ്യമത്തിൻ്റെ വാർത്തയിൽ വ്യക്തമാണ്. അപ്പോൾ ചാടി പിടിച്ചു എന്നാണ് മാധ്യമവും പറയുന്നത്. ഗോവിന്ദച്ചാമിയുടെ ചാട്ടം ഉത്തരം മുട്ടി ജയിൽ വകുപ്പ്, നാണം കെട്ട് എന്ന് വലിയ ഹെഡിങ്ങിലാണ് കേരള കൗമുദി കൊടുത്തിട്ടുള്ളത്. ചാടി ഉടൻ പൊക്കി, 6.5 മണിക്കൂറിനകം പോലീസ് പിടിയിൽ എന്ന് ദേശാഭിമാനിയാണ് ഒരുപക്ഷെ ഈ പത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പോലീസിനെയും ജയിൽ വകുപ്പിനെയും ഒക്കെ ന്യായീകരിച്ചുകൊണ്ട് വലിയ രൂപത്തിൽ വാർത്ത എഴുതുന്നത്. ചാടി ഉടൻ പൊക്കി എന്നാണ്. മറ്റുള്ളവരെല്ലാവരും ചാടി പിടിച്ചു എന്നുള്ളതാണ്. ചാടി ഉടൻ പൊക്കി, 6.5 മണിക്കൂറിനകം പോലീസ് പിടിയിൽ എന്നും ദേശാഭിമാനി പറയുന്നുണ്ട്. ദേശാഭിമാനി ഒന്നാം പേജിലും 12-ാം പേജിലും വളരെ വിശദമായി അക്കാര്യം പറഞ്ഞു പോകുന്നുണ്ട്. 12-ാം പേജിലെ വാർത്തകളിലേക്ക് ഞാൻ പോകാം. ഒന്നാം പേജിൽ ദേശാഭിമാനി ചാടി ഉടൻ പൊക്കി എന്നുള്ളതാണ്. 12-ാം പേജിലെ വാർത്തകൾ പറഞ്ഞാൽ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ദേശാഭിമാനി എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകും തോന്നുന്നു. കേരള പോലീസിന് വീണ്ടും കയ്യടി എന്നും സുവർണ അവസരം കാത്തവർക്ക് നിരാശ എന്നുമാണ് ദേശാഭിമാനി 12-ാം പേജിൽ പറയുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ കൊടുംക്രിമിനൽ ഗോവിന്ദച്ചാമിയെ മണിക്കൂറുകൾക്കകം വലയിലാക്കി കേരള പോലീസിൻ്റെ അന്വേഷണ മികവ് ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തി. വെള്ളിയാഴ്ച രാവിലെ 6-നാണ് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ട വിവരം കണ്ണൂർ ടൗൺ സ്റ്റേഷനിലെത്തുന്നത്. ഉടൻ പോലീസ് അതിവേഗം നഗരത്തിൽ തെരച്ചിൽ ആരംഭിച്ചു, വാഹനങ്ങൾ പരിശോധിച്ചു. എന്തായാലും വളരെ വേഗം 6.5 മണിക്കൂറിന് പിടികൂടിയെന്നും കേരള പോലീസിന് കൈയടിയെന്നും പറയുന്നുണ്ട്. സുവർണ അവസരം കാത്തവർക്ക് നിരാശ എന്ന അടുത്തൊരു വാർത്ത താഴെ പറയുന്നുണ്ട്. വാർത്ത പുറത്തിറങ്ങിയ നിമിഷം മുതൽ ഒരേ കേന്ദ്രത്തിൽ നിന്ന് സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും വിമർശിച്ച് സമൂഹ മാധ്യമ പോസ്റ്റുകൾ പടർന്നു. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ സുവർണാവസരം കൊതിച്ച UDF BJP നേതാക്കൾ കടുത്ത നിരാശയിൽ. ജയിൽ ചാടി കൃത്യം 6.5 മണിക്കൂറിനകം പോലീസ് നാട്ടുകാരും ചേർന്ന് ഗോവിന്ദച്ചാമിയെ പിടികൂടിയിൽ കേരളമാകെ ആശ്വാസം കൊള്ളുമ്പോഴാണിത് എന്നും കൂടി ദേശാഭിമാനി പറയുന്നുണ്ട്. ഇനി നമുക്ക് വേഗം മനോരമയിലേക്കും മാതൃഭൂമിയിലേക്കും പോയി നോക്കാം. ജയിലിൽ നിന്ന് മുങ്ങി കിണറ്റിൽ നിന്ന് പൊക്കി, ഇതാണ് മനോരമ ഒന്നാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്നത്. കണ്ണൂരിൽ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം പിടിച്ചത് മണിക്കൂറുകൾ കഴിഞ്ഞ് 4 കിലോമീറ്റർ അകലെ കിണറ്റിൽ നിന്നും മനോരമ ഒന്നാം പേജിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി ഉൾപേജിലേക്ക് പോയാൽ വളരെ വിശദമായി ആ ചിത്രം കൂടി വളരെ പ്രസക്തമാണ്. കൂസലില്ലാതെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ തെളിവെടുപ്പിന് ശേഷം ചിരിക്കുന്ന മുഖവുമായി ഗോവിന്ദച്ചാമി. ആദ്യം ചിരി ഉണ്ടായിരുന്നില്ല, പിടിക്കുമ്പോൾ പിന്നീട് ചിരിച്ചു തുടങ്ങി. യമണ്ടൻ വീഴ്ച എന്നാണ് മനോരമയുടെ ഏറ്റവും വലിയ ഹെഡിങ്. ജയിൽ ചാട്ടം പാളി, ഗോവിന്ദച്ചാമി പിടിയിൽ. സർക്കാരിൻ്റെ സുരക്ഷാ സംവിധാനം സർവത്ര പാളി എന്നും മനോരമ പറയുന്നുണ്ട്. യമണ്ടൻ വീഴ്ച എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ജയിൽ സെല്ലിൻ്റെ കമ്പി മുറിച്ചു, 3 മതിലുകൾ ചാടിക്കടന്നു. CCTV ഉണ്ടായിട്ടും ജയിൽ അധികൃതർ ഒന്നും കണ്ടില്ല. പിന്നെ വലിയ ഗ്രാഫിക്കൽ അല്ലെങ്കിൽ ആ ചിത്രങ്ങൾ സഹിതമുള്ള എങ്ങനെയാണ് ഓരോ ദിവസവും എത്ര ദിവസം, അതായത് താടി വളർത്താൻ അനുമതി വാങ്ങുന്നു, താടി നീട്ടിയ ശേഷമുള്ള ചിത്രം, ജയിൽ അധികൃതർ രേഖകൾ ചേർക്കുന്നില്ല,
ഭാരം കുറയ്ക്കാൻ ചോറ് ഒഴിവാക്കി ചപ്പാത്തി മാത്രം. അങ്ങനെ അവസാനം പിടിയിലാകുന്ന കിണറ്റിൽ കിടക്കുന്ന അതുവരെ ഗ്രാഫിക്കൽ വിഷ്വലൈസേഷനോട് കൊടുക്കാനായിട്ട് മനോരമ ശ്രമിക്കുന്നുണ്ട്. 4 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഇന്ന് മുഖ്യമന്ത്രിയുടെ യോഗം. വീഴ്ചകൾ എന്തൊക്കെയാണെന്ന് അക്കമിട്ട് പറയുന്നു. 1, 2 അങ്ങനെ 5ാമത്തെ വീഴ്ച. ജയിൽ ചാടുമ്പോഴും കറുത്ത പാൻറ്റും കറുത്ത കുപ്പായവും വേഷം. ആദ്യ CCTV ദൃശ്യങ്ങളിലും ഇതുതന്നെ വേഷം. എന്നാൽ 3 മണിക്കൂറിനകം നഗരത്തിലെ CCTV ദൃശ്യങ്ങളിൽ വെള്ളക്കുപ്പായം. ജയിലിലുള്ളയാൾ ഇത്രയും വസ്ത്രങ്ങൾ ശേഖരിച്ചുവെന്നും അറിഞ്ഞില്ല. ഇതെല്ലാം വളരെ വിശദമായി പറയുന്നുണ്ട് മനോരമ. 8-9 പേജ് പൂർണ്ണമായി മനോരമ നീക്കി വെച്ചിട്ടുള്ളത് ഇദ്ദേഹത്തെക്കുറിച്ച് പറയാൻ മാത്രമാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ വീഴ്ചയെക്കുറിച്ച് പറയാൻ മാത്രമാണ്. ചാട്ടത്തിൽ വീഴ്ച എന്നാണ് ഉൾപേജിൽ പറയുന്നത്. ജയിൽ വകുപ്പിൻ്റെ വീഴ്ച, കയ്യടി പോലീസിന്, അതുകൂടി പറയുന്നുണ്ട്. ചാട്ടത്തിൽ വീണത് വകുപ്പിൻ്റെ മാനം. അങ്ങനെ വളരെ വിശദമായ കഥകളുണ്ട്. റെയിൽവേ സ്റ്റേഷനിലേക്ക് വഴിതെറ്റി, അതുകൊണ്ട് കാശില്ലാത്തതിനാൽ ഓട്ടോ വിളിച്ചില്ല. സിസ്റ്റം തന്നെയാണ് സാർ പ്രശ്നമെന്ന ഹെഡിങ്ങിൽ മറ്റൊരു ടി അജീഷിൻ്റെ ലേഖനം. CCTV നോക്കേണ്ടയാൾ തടവുകാരനുമായി ആശുപത്രിയിൽ. അപ്പോൾ ആ 3 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ പറയുന്ന കാര്യത്തിൽ പറയുന്നുണ്ട്. CCTV നോക്കേണ്ടയാൾ തടവുകാരനുമായി ആശുപത്രിയിലാണ്. വധശിക്ഷ റദ്ദായി, ജീവപര്യന്തം. അങ്ങനെ പ്രതികൾ നിയന്ത്രിക്കുന്ന ജയിൽ ഗോവിന്ദചാമിക്ക് പോലും സഹായം, അത് മനോരമ പറയുന്നുണ്ട്. ജയിൽ ചാടുന്ന വീഴ്ചകൾ എന്ന രൂപത്തിൽ എഡിറ്റോറിയലുമുണ്ട്. വിശദമാണ് മനോരമയുടെ കാര്യങ്ങൾ. വാർത്തകൾ മാതൃഭൂമിയിലേക്ക് പോയാൽ മാതൃഭൂമി ഏതാണ്ട് ആ രൂപത്തിൽ തന്നെയാണ്. ദേശാഭിമാനി എത്രയെല്ലാം സർക്കാരിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും മറ്റ് പത്രങ്ങൾ വളരെ വിശദമായി ഇത് പറയുന്നുണ്ട്. ഗോവിന്ദചാമി ജയിൽ ചാടി, ചാട്ടവും വീഴ്ചയും എന്നാണ്. അത് 2 പേജുകളിലായി വലിയ വാർത്ത നൽകാൻ ശ്രമിക്കുന്നുണ്ട്. കിണറ്റിൽ നിന്ന് പിടിച്ചു, കണ്ണൂർ ജയിലിൽ വൻ സുരക്ഷാ പിഴവ്, വീഴ്ച പരസ്യമായി സമ്മതിച്ച് ജയിൽ മേധാവി എന്നുകൂടി പറയുന്നു. അത് ഇന്നലെ തന്നെ അദ്ദേഹം സമ്മതിച്ചിരുന്നു. മാതൃഭൂമിയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനമുള്ള ദിവസമാണ് ഇന്നലെ. നമുക്കറിയാവുന്നതാണ്. ക്യാമറ കണ്ണിൽ ഗോവിന്ദചാമി, അതായത് ഗോവിന്ദചാമി കിണറ്റിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ആ ദൃശ്യം മാതൃഭൂമിക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ന്യൂസ് റിപ്പോർട്ടർ KV രാഹുലും ക്യാമറമാൻ ഷിജിൻ നരിപ്പറ്റയും അനുഭവം പങ്കുവയ്ക്കുന്നു. അതുകൂടി മാതൃഭൂമി ചാനലിനെ സംബന്ധിച്ചാണ് അത് പറയുന്നുണ്ട്. നല്ല ഭക്ഷണമില്ല, ജയിൽ ജീവിതം അടുത്തു എന്നൊക്കെ ഗോവിന്ദചാമിയുടെ സ്റ്റേറ്റ്മെൻറ്റ് മൊഴികളായിട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ തൂക്കിക്കൊല്ലം, അതും കൂടി. അതാണ് ഒരുപക്ഷെ മറ്റ് പത്രങ്ങൾക്ക് ആദ്യം 1-ാം പേജിൽ നഷ്ടമായത്, അല്ലെങ്കിൽ അവർ മറന്നുപോയൊരു കാര്യം. പെൺകുട്ടിയുടെ അമ്മ, നമുക്കറിയാം എന്തിനാണ് ഗോവിന്ദചാമി ജയിലിൽ പാർപ്പിച്ചിട്ടുള്ളതെന്ന്. ആ പെൺകുട്ടിയുടെ അമ്മ അവർ പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ തൂക്കിക്കൊല്ലണമെന്ന്, അവനെ തൂക്കിക്കൊല്ലണമെന്ന് അവർ നേരത്തെ പറഞ്ഞാണ്. ഷൊർണൂരിൽ നിന്നുള്ള ആ അമ്മയുടെ വാർത്തയും മാതൃഭൂമി 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. ഗോവിന്ദചാമി ജയിൽ ചാടിയ വാർത്ത കേട്ടപ്പോൾ പലരും, അതായത് വലിയ രൂപത്തിൽ സർക്കാരിനെയും പോലീസിനെയും വിമർശിക്കാൻ അമ്മ തയ്യാറാകുന്നു. പിന്നീട് പിടിയിലായ വാർത്ത അറിഞ്ഞ ശേഷം പോലീസിന് നന്ദിയും പറയുന്നുണ്ട് ആ അമ്മ. അതായത് അങ്ങനെ ആ വാർത്തയെല്ലാം വിശദമായി നൽകാൻ മാതൃഭൂമി ശ്രമിച്ചിട്ടുണ്ട് എന്ന് വേണം കാണാൻ. ജയിലുകളിൽ എന്താണ് നടക്കുന്നത് എന്ന് 6-ാം പേജിൽ മാതൃഭൂമി മുഖപ്രസംഗവും എഴുതിയിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ എന്തുമാകാം എന്ന് പറയുന്നു. 3-ാം പേജിൽ പ്രത്യേക സാമ്രാജ്യം, ചട്ടങ്ങൾക്ക് വിലയില്ല എന്നെല്ലാം പറഞ്ഞു. മാതൃഭൂമി 3-ാം പേജിലും വലിയ കാര്യത്തിൽ തന്നെ ആ വാർത്ത നൽകിയിട്ടുണ്ട്. ഈ കൈ നഷ്ടപ്പെട്ടത് അപകടത്തിൽ നിന്ന് ഗോവിന്ദചാമി, നാട്ടുകൂട്ടത്തിൻ്റെ ശിക്ഷയെന്ന് പ്രോസിക്യൂഷൻ, അതെല്ലാം ഷൊർണൂരിലെ ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട്, സൗമ്യയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും മാതൃഭൂമി ആവർത്തിക്കുന്നുണ്ട്. കുറ്റകൃത്യത്തിന് നാൾ വഴി, എന്തിനാണ് ജയിലിൽ പോയത് എന്നുകൂടി മാതൃഭൂമി വളരെ വിശദമായി പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ സമഗ്രമാണ് ഗോവിന്ദചാമിയുടെ വാർത്തകൾ. ഇന്നലെ നമ്മളിവിടെ പകുതി വഴിയിൽ അവസാനിപ്പിച്ചു പോയ പ്രസ് സ്റ്റോപ്പിനെ സംബന്ധിച്ച് ഇന്ന് മുഴുവൻ കാര്യങ്ങളും വാർത്തയെ പറയാൻ തന്നെ ഗോവിന്ദചാമി അത്രയും മിടുക്കുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നാണ് പത്രങ്ങൾ പറയുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനം സർക്കാരിൻ്റെ വീഴ്ച എന്നുള്ളത് തന്നെയാണ്. പത്രങ്ങൾ ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നതും അത് തന്നെയാണ്. ഇനി മറ്റ് ചില വാർത്തകളിലേക്ക്. ഇതിനിടയിൽ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സ്കൂളുകളിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. സ്കൂൾ കെട്ടിടങ്ങൾക്ക് വീഴ്ചയുണ്ട്. സ്കൂൾ കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലാണെന്നുള്ള വാർത്തകളൊക്കെ കേരളത്തിൽ നിന്ന് വരികയും ഒരു വിദ്യാർത്ഥി സ്കൂൾ കെട്ടിടത്തിൽ ഷോക്കേറ്റ് മരിക്കുന്ന വാർത്തയും കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്ന് വന്നിരുന്നു. രാജസ്ഥാനിൽ ഒരു സ്കൂൾ, സർക്കാർ സ്കൂളാണ്, പ്രൈമറി സ്കൂളാണ്. ആ പ്രൈമറി സ്കൂൾ തകർന്നു വീഴുകയും 7 കുട്ടികൾ അവിടെ മരണപ്പെടുകയും ചെയ്തു രാജസ്ഥാനിൽ. ആ വാർത്ത പ്രധാനപ്പെട്ട പത്രങ്ങൾ, ദേശാഭിമാനിയും മനോരമയും ഒക്കെ 1-ാം പേജിൽ നൽകിയിട്ടുണ്ടെന്ന് വേണം കാണാൻ. രാജസ്ഥാനിൽ സർക്കാർ സ്കൂൾ തകർന്നു, 7 കുട്ടികൾക്ക് ദാരുണാന്ത്യം. അത് ഒരുപക്ഷെ മനോരമയും ദേശാഭിമാനിയും മാത്രമാണ് 1-ാം പേജിൽ നൽകിയിട്ടുള്ളത്. ഇംഗ്ലീഷ് പത്രങ്ങൾ വളരെ വിശദമായി നൽകിയിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ 1-ാം പേജിൽ ആ വാർത്ത നൽകിയിട്ടുണ്ട്. 7 kids ഡൈ, 21 പേർക്ക് പരിക്കുണ്ട്. ക്ലാസ് റൂം റൂഫ് കൊളാപ്സ്. ഗവൺമെൻറ് സ്കൂളാണ്, പ്രൈമറി സ്കൂളാണ്. ഏതാണ്ട് 60ഓളം കുട്ടികൾക്ക് പരിക്കേറ്റിരുന്നു എന്നതടക്കം ടൈംസ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ എക്സ്പ്രസും ആ വാർത്ത 1-ാം പേജിൽ നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. 7 students killed as രാജസ്ഥാൻ സ്കൂൾ കൊളാപ്സ് എന്ന് പറയുന്നുണ്ട്. അതിൽ സർക്കാരിൻ്റെ വീഴ്ചയായിട്ട് ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അത് ഒരുപക്ഷെ മനോരമ 1-ാം പേജിൽ നന്നായിട്ട് നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വേണം കാണാൻ. അതായത് 40 വർഷം പഴക്കമുള്ള കെട്ടിടത്തിൻ്റെ ജീർണാവസ്ഥയെപ്പറ്റി നേരത്തെ തന്നെ പരാതി ഉണ്ടായിരുന്നു എന്നുകൂടി മനോരമ പറയുന്നുണ്ട്. ഇംഗ്ലീഷ് പത്രങ്ങളാണ് അത് പ്രധാനമായും 1-ാം പേജിൽ നൽകിയിട്ടുള്ളത്. മലയാളത്തിൽ മനോരമയും ദേശാഭിമാനിയും മാത്രമാണ് നൽകിയിട്ടുള്ളത് എന്ന് വേണം കാണാൻ. ഇനിയൊന്നുള്ളത്, എല്ലാ ദിവസവും ഗൂഗിൾ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ആ ഗൂഗിൾ അക്കൗണ്ടുകൾ ഉപയോഗിക്കുമ്പോൾ
ഇപ്പോൾ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന UPI, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ, ഫോൺ പേ, വാട്സപ്പ്, ആമസോൺ പേ തുടങ്ങിയ വിവിധ UPI യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻഫേസ് അതിനിപ്പോൾ എവിടെയും നമ്മൾ നിരക്ക് ഈടാക്കുന്നില്ല. ഇപ്പോൾ 40 രൂപയാണ് ഭക്ഷണം കഴിച്ചതെങ്കിൽ 40 രൂപയാണ് ഹോട്ടലിൽ കൊടുക്കാറുള്ളത്. ഇനി അത് ഉപയോഗിക്കുന്നതിന് നിരക്ക് വന്നേക്കും എന്നൊരു കാര്യം കൂടി വരാൻ പോകുന്നു. അത് അക്കാര്യത്തിൽ ഇന്നലെ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ഒരു സംവാദത്തിൽ ചെറിയൊരു സൂചന നൽകി. ആ വാർത്ത കേരള കൗമുദി ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. അതൊരു പക്ഷേ വരും ദിവസങ്ങളിൽ ഇപ്പോൾ ATM ഉപയോഗിക്കുന്നവർക്കെല്ലാം അറിയാം, ATMന് നിരക്ക് ഏർപ്പെടുത്തുന്നു. അങ്ങനെ ATM ഉപയോഗത്തിൽ നിന്ന് നമ്മൾ പതിയെ പിൻവാങ്ങുന്നു. പിന്നീടാണ് നമ്മൾ UPI ഉപയോഗത്തിലേക്ക് വരുന്നത്. ATMൽ പോയി പണമെടുത്ത് ആ പണം കൊടുക്കുന്ന രീതി നമ്മൾ ഒഴിവാക്കുന്നു. UPI പേയ്മെൻറ്റിലേക്ക് നമ്മൾ മാറുന്നു. ഡിജിറ്റൽ ഇന്ത്യ ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, രാജ്യം ആഗ്രഹിക്കുന്നു, നമ്മുടെ പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇനി ഗൂഗിൾ പേ പോലെയുള്ള UPI, ഫോൺ പേ, വാട്സപ്പ് പേ, ആമസോൺ പേ അതിനെല്ലാം നിരക്ക് വരും എന്നാണ് പറയുന്നത്. UPI ഇടപാടുകൾക്ക് 1.1% ഇൻ്റർചേഞ്ച് ഫീസ് ബാങ്കുകൾ ഈടാക്കുന്നുണ്ടെങ്കിലും അത് 0 MD മർച്ചൻറ്റ് ഡിസ്കൗണ്ട് നിരക്ക് നയം അനുസരിച്ച് സബ്സിഡിയായി കേന്ദ്രം നൽകുന്നതിനാണ് ഉപഭോക്താക്കളുടെ മേൽ ചുമത്താത്തത്. ഇതിനായി 1500 കോടി വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കുന്നത് ദേശീയ നയമാണെങ്കിലും ദീർഘകാല സുസ്ഥിരത ഉറപ്പാക്കണമെങ്കിൽ ഭാവിയിൽ സബ്സിഡി ഒഴിവാക്കണമെന്നാണ്. അതായത് സർക്കാർ ഇപ്പോൾ അതിൽ സബ്സിഡി നൽകുന്നുണ്ട്. ഈ കാര്യത്തിൽ ഈ സബ്സിഡി ഒഴിവാക്കിയാൽ ഇനി അതിൽ നിരക്ക് ഏർപ്പെടുത്തുമെന്നാണ് റിസർവ് ബാങ്ക് ആലോചിക്കുന്നത്. അത് ഒന്നാം പേജിൽ വലിയ വാർത്തയായിട്ട് കേരള കൗമുദി നൽകിയിട്ടുണ്ട്. കാരണം അത് സ്വാഭാവികമായും നമ്മളെ വലിയ രൂപത്തിൽ ബാധിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒരു വാർത്ത കൂടി ചേർത്ത് എടുത്തു പോകാൻ ആഗ്രഹിക്കുന്നു. 20,000-ന് മുകളിലുള്ള ഇടപാട് അക്കൗണ്ടിലൂടെ അല്ലെങ്കിൽ സാധുതയില്ല. അത് ഹൈക്കോടതിയാണ് പറഞ്ഞത്, കേരള ഹൈക്കോടതി. ഇത് ഡിജിറ്റൽ ഇന്ത്യ എന്ന ആശയത്തിനെതിരാണ്. അതായത് നമ്മളിനി 20,000-ന് മുകളിലുള്ള ഇടപാടാണ്, അത് അക്കൗണ്ടിലൂടെ അല്ല നടക്കുന്നതെങ്കിൽ അതിന് സാധുതയില്ല. നമ്മൾ കാശായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് സാധുതയില്ല എന്നാണ് ഹൈക്കോടതി പറയുന്നത്. അത് കേരള കൗമുദി 9-ാം പേജിലും മാധ്യമം 1-ാം പേജിലും ആ വാർത്ത നൽകിയിട്ടുണ്ട്. 20,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് നിയമസാധുത കിട്ടണമെങ്കിൽ അക്കൗണ്ട് മുഖേന ആകണമെന്ന് ഹൈക്കോടതി പറയുന്നു. അതുകൂടി ഇതോടൊപ്പം ചേർത്ത് ശ്രദ്ധിക്കേണ്ട, വായിക്കേണ്ട വാർത്തയായിട്ട് മനസ്സിലാക്കുന്നു. ഇത് കേരള കൗമുദി 9-ാം പേജിലും മാധ്യമം 1-ാം പേജിലും ആ വാർത്ത നൽകിയിട്ടുണ്ട്. ഇനി ഒന്നുള്ളത് മാതൃഭൂമിയിലേക്കൊന്ന് പോകാം. ഒരു കൗതുകമുള്ള വാർത്തയാണ്. ഒരു പക്ഷേ പല്ല് കൊഴിഞ്ഞു പോകുന്നവർക്കൊക്കെ ആശ്വാസം ലഭിക്കുന്ന, അല്ലെങ്കിൽ കേട്ടാൽ സന്തോഷമുണ്ടാകുന്നൊരു വാർത്തയാണ് മാതൃഭൂമി 7-ാം പേജിൽ നൽകുന്നത്. ഇത് ഒരുപക്ഷെ ആ കൗതുകത്തിലാണ് ഈ വാർത്തയെ നമ്മൾ എടുക്കുന്നതെന്ന് വേണം കാണാൻ. വീണ്ടും മുളപ്പിക്കാം പൊഴിഞ്ഞു പോയ പല്ലുകൾ, പല്ല് മുളപ്പിക്കുന്ന മരുന്നിൻ്റെ ഗവേഷണം മനുഷ്യരിലേക്ക് വരുന്നു. ഇത് മാതൃഭൂമി 7-ാം പേജിൽ. മാതൃഭൂമിക്ക് മാത്രമേ ഈ വാർത്തയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. പല്ല് കൊഴിഞ്ഞ സിംഹത്തെ പോലെ എന്ന പഴഞ്ചൊല്ലും പതിരാകാൻ പോകുന്നു. പല്ല് കൊഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല. വീണ്ടും പല്ല് മുളപ്പിക്കാൻ കഴിയുന്ന മരുന്നിൻ്റെ മനുഷ്യരുള്ള പരീക്ഷണം ഉടൻ നടക്കും. 2030 ഈ മരുന്ന് വിപണിയിലെത്തുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ മുടി കൊഴിഞ്ഞു പോയാൽ മുടി നട്ടുപിടിപ്പിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പല്ല് കൊഴിഞ്ഞു പോയാൽ അതും ശരിയാക്കിയെടുക്കാനുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതും നല്ല വാർത്തയൊക്കെയാണ്. ഒരുപക്ഷെ വലിയ ആളുകൾക്ക് ഒരുപാട് ആശ്വാസമുള്ളൊരു കാര്യമാണ്. മനോരമയിലുള്ള മറ്റൊരു വാർത്ത, മനോരമ 1-ാം പേജിലുള്ള ഒരു വാർത്ത കൂടി പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. EP ജയരാജനെ നമുക്കറിയാം, CPM-ൻ്റെ നേതാവാണ്. അദ്ദേഹം കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാവാണ്, മുൻ മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ഒരു വൃദ്ധസദനം നടത്തിയിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുൻപെല്ലാം വലിയ വാർത്തയായി വന്നിരുന്നതാണ്. കാരണം ആ വൃദ്ധസദനം ഒരുപാട് ആളുകൾക്ക് ആശ്വാസകരമായിരുന്നു. അതിൻ്റെ പേര് മൈത്രി എന്നാണ്, നമുക്കറിയാവുന്നതാണ്. ആ വൃദ്ധസദനം സർക്കാർ കഴിഞ്ഞ ദിവസം പൂട്ടി. അതാണ് ആ വാർത്ത. സ്ഥാപനത്തിന് ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ അംഗീകാരം ഇല്ല. അതാണ് പൂട്ടാൻ കാരണം. 2017 വരെ മാത്രമേ അതിന് ആ രൂപത്തിൽ അംഗീകാരം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത് പൂട്ടുന്നത് എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ സ്ഥാപനം തുടങ്ങിയത് ഞാൻ മുൻകൈയെടുത്താണെങ്കിലും 1-ാം പിണറായി സർക്കാരിൽ മന്ത്രിയായപ്പോൾ സ്ഥാപനത്തിന് നടത്തിപ്പ് മറ്റാർക്കോ കൈമാറി എന്നാണ് ജയരാജൻ പറയുന്നത്. അതുകൂടി മനോരമ പറയുന്നുണ്ട്. എന്തായാലും ഏതാണ്ട് അധികം ഒരുപാട് ആളുകൾ അവിടെ 4 പേരെ, മറ്റുള്ളവരൊക്കെ 9 അന്തേവാസികളുണ്ട് അവിടെ. 4 പേരെ കണ്ണൂർ വൃദ്ധസദനത്തിലേക്കും 3 പേരെ ചെറുകുന്ന് മദർസാല വൃദ്ധസദനത്തിലേക്കും മാറ്റിയിട്ടുണ്ട്. 2 പേരെ അഭയനികേതനിലേക്ക് മാറ്റി, അവിടെയുള്ള ആളുകളെയൊക്കെ മാറ്റി. എന്നാൽ പോലും 1996 അദ്ദേഹം ആരംഭിച്ചതാണ്. 2017 വരെ മാത്രമാണ് അംഗീകാരം ഉണ്ടായിരുന്നത്. 16 വർഷത്തോളം EP ജയരാജൻ അതിൻ്റെ ചെയർമാനായിരുന്നു. എന്തായാലും അത് പൂട്ടുമ്പോൾ സ്വാഭാവികമായും വലിയ വിഷമം അവിടെയുള്ള ആളുകൾക്ക് ഉണ്ടായി കാണുമെന്ന് വിചാരിക്കുന്നു. സർക്കാർ നിയമം നോക്കി നടപടിയെടുത്തതാണ്. എന്നാൽ പോലും ഒരു വൃദ്ധസദനം പൂട്ടുമ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്വം എല്ലാവരും കാണിക്കണമായിരുന്നു എന്ന് കൂടി തോന്നുന്നു. മനോരമ അത് വാർത്ത 1-ാം പേജിൽ നൽകുന്നു. കാരണം EP ജയരാജൻ CPM-ൻ്റെ വലിയ നേതാവാണ്. ഒരു കായിക വാർത്ത കൂടി വേഗം പറഞ്ഞു പോകാം. സ്പാനിഷ് ഇതിഹാസം, ഫുട്ബോളൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം സ്പാനിഷ് ഇതിഹാസം സാവിയെക്കുറിച്ച്. സാവി നമ്മൾ ടെലിവിഷനിൽ ലോകകപ്പ് ഫുട്ബോളെല്ലാം കണ്ട്, അല്ലെങ്കിൽ സ്പാനിഷ് ഫുട്ബോളെല്ലാം കണ്ട്, ബാഴ്സലോണയുടെ താരമായിരുന്ന കാലത്ത് കണ്ട് ആരാധനയോടെ നോക്കിയിരുന്ന അദ്ദേഹമാണ്. അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കോച്ചായാൽ എങ്ങനെ ഇരിക്കും എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ ഇന്ത്യൻ ഫുട്ബോൾ
അസോസിയേഷൻ അത് നിരസിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് വലിയ പൈസ അദ്ദേഹത്തിന് ശമ്പളമായി നൽകേണ്ടി വരും എന്ന് കണക്കാക്കി എന്ന് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ അപേക്ഷ നിരസിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. സ്പെയിനിൻ്റെയും ബാഴ്സലോണയുടെയും ഇതിഹാസ താരം സാവി ഫെർണാണ്ടസ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനാകാൻ അപേക്ഷിച്ചിരുന്നെന്ന് റിപ്പോർട്ട്. വൻ പ്രതിഫലം നൽകേണ്ടി വരുമെന്ന കാരണത്തിലാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ സാവിയുടെ അപേക്ഷ പരിഗണിക്കാതിരുന്നതെന്നും ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും സാവി ഒരുപക്ഷെ വന്നിരുന്നെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിന് ഇപ്പോഴുള്ള ദയനീയ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാമായിരുന്നു. ഒരു വലിയ താരമാണ്, പ്രതിഭയാണ്. ആ താരപ്പൊലിമ ഒരുപക്ഷെ ഇന്ത്യക്കും ഇന്ത്യൻ ഫുട്ബോളിനും കിട്ടുമായിരുന്നു. ഞാൻ വേഗം അവസാനിപ്പിക്കുന്നു സേതു. ഓക്കെ ശ്രീജിത്ത്, ശരി.